BJP ഗവൺമെൻറ്റിനോട് പൊളിറ്റിക്കലായി ഫൈറ്റ് ചെയ്തോ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ? പൊളിറ്റിക്കലായി ഫൈറ്റ് ചെയ്തതിൻ്റെ ഉദാഹരണമല്ലേ ഏതെങ്കിലും സർക്കാർ സുപ്രീം കോടതി ഇതുപോലെ കേസുമായിട്ട് പോയിട്ടുണ്ടോ? സർക്കാർ നന്നായിട്ട് ഭരിച്ചു എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. എപ്പോഴും നിങ്ങൾക്ക് ഈ ചെറിയ നാടകങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ നുണകളിൽ മാത്രം അഭിരമിച്ച് പോകാൻ പറ്റില്ല. ശ്രീ VD സതീശൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം. ഏത് കാര്യവും നന്നായി അവതരിപ്പിക്കാൻ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കാമ്പയിൻ മെഷീനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു വശത്ത് കൂടി ഞങ്ങൾ സെക്യുലറിസത്തിൻ്റെ കാര്യം പറയുന്നു, ഞങ്ങൾ BJPക്ക് എതിരാണെന്ന് പറയുകയും മറുവശത്ത് BJPയുമായിട്ട് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ ധാരണയുണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഇപ്പോൾ പ്രകടമായിട്ടുണ്ട്. ആ വീഴ്ചകൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളല്ലേ, അതിൽ ഏറ്റവും താഴെയുള്ള മനുഷ്യരല്ലല്ലോ. ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണ് ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതെന്ന് BJP നേതാക്കന്മാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചില ഘട്ടങ്ങളിൽ പറഞ്ഞല്ലോ. ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ഗുണകരമല്ല, സുഖകരമല്ല, വല്ലാത്ത അപകടകരമായ കാര്യങ്ങളാണ് UDF ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നു. PM3 പോലെയുള്ള കാര്യങ്ങളായാലും മറ്റേ അയ്യപ്പ സംഗമം പോലെയുള്ള കാര്യങ്ങളായാലും അതിനുള്ള സാധനങ്ങളൊക്കെ LDFിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. 1500 കോടിയുടെ ഒരു പ്രശ്നം ചെറിയ കാര്യമല്ല. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ഉൾപ്പെടെ SSK തന്നെ 10,000 പേരുണ്ട്. CPM എന്തൊക്കെയോ തിരുത്തും എന്ന ഒരു അഭിപ്രായം പറഞ്ഞതിനെപ്പറ്റി UDFിൻ്റെ മന്ത്രി ശ്രീ PK ബഷീർ ഒരു കമൻറ്റ് പറഞ്ഞത്. അവർക്ക് തന്നെ അറിയാം BJP ആയിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആർക്കും മനസ്സിലാവാത്തതാണോ? നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലതുപക്ഷ രാഷ്ട്രീയത്തിന് വ്യത്യാസങ്ങൾ ഇപ്പം കൂടുതൽ പ്രകടമായി വന്നിട്ടുണ്ട്. ലെഫ്റ്റ് പൊളിറ്റിക്സിന് വ്യത്യസ്തമായി എപ്പോഴും ആക്രമണം വരികയും ചെയ്യും. ഒന്നും ഞങ്ങളുടെ ചർച്ചയും ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വഴിയുള്ള തിരുത്തലുകളുണ്ട്, മറ്റൊന്ന് അനുഭവങ്ങളിൽ കൂടി ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. ഇനി വരാൻ പോകുന്ന ഇതിനേക്കാളും ഷാർപ്പ് ഡിവൈഡിൻ്റെ കാലമാണ്. സഭയ്ക്കകത്തെ രേഖകളെ വളച്ചൊടിച്ച് കൊടുക്കാൻ പാടില്ല. അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒന്നാമത്തെ ആൾ സ്പീക്കറാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. CPM അതിൻ്റെ ചരിത്രത്തിലേറ്റ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് തിരിച്ചടികൾക്ക് ശേഷം ഒരു വലിയ പ്രോസസ്സിൽ കൂടി കടന്നു പോവുകയാണ്. ഇത് എവിടം വരെ എത്തി, അതെങ്ങോട്ടാണ് പോകുന്നത്, അതിൽ സാധാരണ മനുഷ്യരുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ, പാർട്ടി എന്ത് തരം തീരുമാനത്തിലേക്കാണ് എത്തിപ്പെടുക, ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പാഠം എന്തൊക്കെയായിരിക്കും ഉൾക്കൊള്ളുക എന്നുള്ളൊരു അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്കൊപ്പമുള്ളത് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനകാര്യമന്ത്രിയുമായ ശ്രീ KN ബാലഗോപാലാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. CPMൻ്റെ പല തലങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രോസസ്സ് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ അതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ ഒരു കമൻറ്റ് പറഞ്ഞു നിയമസഭയിൽ. CPM വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്രട്ടേറിയറ്റ് കൂടുന്നത് വെള്ളിയാഴ്ചയിൽ നിന്നുള്ളത് ചൊവ്വാഴ്ചയിലേക്കാക്കി എന്നുള്ളത്. അതാണോ ഏറ്റവും വലിയ തീരുമാനമായിട്ട് ബാക്കിയുള്ള സമൂഹത്തിനെ സംബന്ധിച്ച് കാണുന്നത്? അതുമാത്രമാണ് ഇപ്പോൾ നമുക്ക് തീരുമാനമായിട്ട് വന്നിട്ടുള്ളത്. അതാണോ അതിൻ്റെ അകത്ത് നടക്കുന്നത്? CPMന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടായ തിരിച്ചടി വളരെ ഗൗരവമായ ഒരു പ്രശ്നമായിട്ട് തന്നെ ആണ് ഞങ്ങൾ കണ്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത്. LDFന് ആകെ ഉണ്ടായ തിരിച്ചടി പ്രതീക്ഷിക്കാത്തതായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് ഭരണപരമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ട്, പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പാർട്ടി നേതൃത്വം എന്ന നിലയിൽ ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം പല തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം ജനങ്ങളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ട്. ഈ കമ്മ്യൂണിക്കേഷനകത്ത് വാസ്തവത്തിൽ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പർപ്പസായിട്ട് ഉണ്ടാക്കുന്നതല്ല, മീഡിയ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പക്ഷേ മീഡിയ വളരെ പ്രധാനമാണല്ലോ. അപ്പം സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയകൾ വഴി താഴേക്ക് എത്തുന്ന മെസ്സേജസും വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഞങ്ങൾക്ക് പോരായ്മ പറ്റിയിട്ടുണ്ടാവാം. ഞങ്ങൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അത്രയും ചെയ്തിട്ടുണ്ട് എന്ന് എത്തിക്കാൻ വേണ്ടത്ര കഴിഞ്ഞിട്ടില്ല. പിന്നെ ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ബന്ധത്തിനകത്തും ഞങ്ങൾക്ക് കുറേ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. നമ്മൾ ചെയ്തത് മാത്രം പോരാ, ചെയ്തു എന്നുള്ളതും അതിൻ്റെ നല്ല കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ഞങ്ങൾക്ക് ധാരാളം പോരായ്മ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. ഞങ്ങളുടെ ഈ ചർച്ച തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്രയും തുറന്ന് ചർച്ച ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേയേറെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ മാനസികമായിട്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതും തിരുത്തുന്നതുമാണ്. ഈ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇനി കേന്ദ്ര കമ്മിറ്റിയും കൂടി ഞങ്ങൾ വിപുലീകൃതമായ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി സംഘടനാപരമായ പ്രവർത്തനങ്ങളുടെ രീതികളിലൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും വരിക. ഇതിനകത്ത് തന്നെ ഇപ്പോൾ ഈ നടന്ന 2 മാസക്കാലത്തെ ക്ഷീരബല ആവർത്തിക്കുന്ന പോലുള്ള ചർച്ചയ്ക്ക് അതിൻ്റേതായ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണല്ലോ CPM എന്തൊക്കെയോ തിരുത്തും എന്ന ഒരു അഭിപ്രായം പറഞ്ഞതിനെപ്പറ്റി UDFിൻ്റെ മന്ത്രി ശ്രീ PK ബഷീർ ഒരു കമൻറ്റ് പറഞ്ഞത്.
ഈ താങ്കൾ ചോദിച്ചതുപോലെ വെള്ളിയാഴ്ച എന്നുള്ളത് ചൊവ്വാഴ്ചയ്ക്ക് മാറ്റി എന്നുള്ളതാണ്. അത് പിന്നെ ഞങ്ങൾ കമ്മിറ്റി കൂടി എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിച്ച് എല്ലാ ഉന്നത തീരുമാനം എടുക്കുവാൻ വേണ്ടി ഞങ്ങളുടെ പിന്നെ തങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് പണ്ട് തമാശയായി പറയാറുണ്ട്. ഞങ്ങളുടെ പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തി എന്ന് പറയാറുണ്ട്. ആ ഒരു ബോധത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അതൊരു പകുതി തമാശയായിട്ടും പറഞ്ഞതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഈ കാര്യത്തിനകത്ത് വളരെ ഗൗരവമുള്ള കാര്യം എന്ന നിലയിൽ തന്നെയാണ്. അതിനകത്ത് എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലുമുള്ള വളരെ സീരിയസ് ആയ പ്രവർത്തനങ്ങളും ചർച്ചകളും ഞങ്ങൾ നടത്തിയതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ചിലതൊക്കെ ഞങ്ങളുടെ സംഘടനാപരമായ തീരുമാനങ്ങളുടെ ഭാഗമായിട്ട് മാത്രമല്ലല്ലോ, അനുഭവത്തിൽ കൂടിയാണ് കുറേയേറെ കാര്യങ്ങൾ വരുന്നത്. സാധാരണഗതി ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനൊരു ഗവൺമെൻറ് വന്നാൽ 5-6 മാസക്കാലത്തേക്ക് സാധാരണഗതിയിൽ അവരുടെ ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയാവുന്നതാണ്. പക്ഷേ 1 മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഉള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ ഗുണകരമല്ല, സുഖകരമല്ല, വല്ലാത്ത അപകടകരമായ കാര്യങ്ങളാണ് UDF ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നു. അവിടെയാണ് ജനങ്ങൾക്ക് രണ്ടും കമ്പയർ ചെയ്യാൻ അവസരം കിട്ടിയത്. നേരത്തെ പറഞ്ഞു കേട്ട കാര്യങ്ങളല്ല, LDFനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ പലതും തെറ്റാണ് എന്നുള്ളതും UDF അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് മോശപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഒന്നും ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം വഴിയുള്ള തിരുത്തലുകളുണ്ട്, മറ്റൊന്ന് അനുഭവങ്ങളിൽ കൂടി ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. എന്തായിരുന്നു LDFനെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം? ആ വിമർശനം യഥാർത്ഥത്തിൽ എന്താണ്? UDF വന്നപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. PM ശ്രീ മുതൽ പിന്നെ വീര്യം കുറഞ്ഞ മദ്യമായാലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇടപാടായാലും എല്ലാ കാര്യങ്ങളിലും ഒരു തങ്ങൾക്കിഷ്ടമുള്ള ഒരു ഏകാധിപത്യ ശൈലി വരുന്നതിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ UDFനെ കുറിച്ച് കണ്ടിട്ടുള്ളത്, ഞാൻ തെരഞ്ഞെടുപ്പ് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, സർക്കാരുകൾക്ക് പലപ്പോഴും തെറ്റുപറ്റാറുണ്ട്. പ്രതിപക്ഷത്തിരുന്ന് തെറ്റുപറ്റിയ ആളുകളാണ്. വയനാട്ടിലെ പ്രതിവാസവുമായി ബന്ധപ്പെട്ടാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ UDF അതാണ് എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്കൊരു ധാരണയുണ്ട്. LDFിൻ്റെ സർക്കാരിനെ കുറിച്ചും എനിക്ക് തോന്നുന്നു CPMൻ്റെ അസസ്മെൻറ്റും ശരിയായിരിക്കും. കാരണം സർക്കാർ നന്നായിട്ട് ഭരിച്ചു എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. പക്ഷേ LDFന് പിഴച്ചു എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന LDFിൻ്റെ പൊളിറ്റിക്സിൽ വ്യത്യാസം വന്നു എന്നുള്ളതാണ്. LDFിൻ്റെ പൊളിറ്റിക്സിൽ ഇപ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല, സർക്കാരിൻ്റെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതല്ല, കോർ പൊളിറ്റിക്സിൽ അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അതിനെക്കുറിച്ച് 1, 2, 3 എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ വീഴ്ചകൾ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളല്ലേ? അതിൽ ഏറ്റവും താഴെയുള്ള മനുഷ്യരല്ലല്ലോ അതിൻ്റെ അകത്തെ പ്രതികളായിട്ട്. നിങ്ങൾ ഉൾപ്പെടുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയുടെയും ഉത്തരവാദിത്തത്തിൽപ്പെട്ട കാര്യങ്ങളല്ലേ? അവിടെയല്ലേ ശരിക്കും അന്ന് ലിസ്റ്റ് ചെയ്ത കാരണങ്ങളിലൊക്കെ ഉത്തരവാദികൾ ഉയർന്ന നേതൃത്വമല്ലേ? കോർ പൊളിറ്റിക്സിനകത്ത് ഞങ്ങളുടെ ഇടതുപക്ഷ സ്വഭാവത്തിനകത്ത് വെള്ളം ചേർക്കുന്നു എന്നൊരു ആരോപണമാണല്ലോ അതിശക്തമായിട്ട് നേരത്തെ UDF ഉന്നയിച്ചിരുന്നത്. ഞങ്ങളാണ് യഥാർത്ഥ UDF അല്ല, UDF ഉന്നയിച്ച് തന്നെ എടുക്കാം. UDF ഉന്നയിക്കുകയും നമ്മുടെ നാട്ടിലെ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന എന്ന് പറയുന്ന ചില പിന്നെ ആളുകളും സംഘടനകളും ഒക്കെ അതിനെ ആവർത്തിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് ആ പ്രചരണവും പോലെ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പൊതുവിന് ഞാൻ പറയുകയാണ്, ഒറ്റപ്പെട്ട കേസുകളൊന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ല ഞങ്ങൾക്കൊന്നും ഞങ്ങളാരും പറയില്ല. പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടാവാം. പക്ഷേ ഈ നാട്ടിൽ, ഇന്ത്യയിൽ ഏറ്റവും സാധാരണക്കാരൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അവരെ ബന്ധപ്പെട്ട് അവർക്ക് ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്ന പൊളിറ്റിക്സ് ഞങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ടോ? വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ജനങ്ങളുടെ മറ്റ് അവകാശങ്ങളുടെയും ഭൂമി അവകാശങ്ങളുടെയും ക്രമസമാധാനത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കാര്യങ്ങളിൽ ഞങ്ങൾ പുറകോട്ട് പോയിട്ടുണ്ടോ? PM ശ്രീ ഒപ്പിട്ടു എന്നുള്ള ഒരു വിവാദമുണ്ടായി. PM ശ്രീ ഞങ്ങൾ ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ്. ഒപ്പിട്ടിട്ട് ഉടൻ തന്നെ അത് പിൻവലിച്ചു, നടപ്പിലായില്ല. ഒപ്പിട്ടതിന് നിർബന്ധിതമായ സാഹചര്യം എന്താ? 1500 കോടി രൂപയാണ് ഈ PM ശ്രീക്ക് കിട്ടാത്തതല്ല, SSKയുടെ മാത്രം തടഞ്ഞു വെച്ചത്. നെല്ലിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തടഞ്ഞു വെച്ചു. ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു ഘട്ടത്തിൽ PM ശ്രീ എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിലബസ് ഒന്നും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ടെങ്കിലും ഞങ്ങളത് വേണ്ടാന്ന് തീരുമാനിച്ചു. അതുകൊണ്ടെന്താ, സുപ്രീം കോടതി വരെ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് അഫിഡവിറ്റ് കൊടുത്തതിനകത്ത് പറഞ്ഞു കേരളം ഒപ്പിട്ടിട്ടില്ല. പക്ഷേ ഇവർ പറഞ്ഞെന്താ, ഞങ്ങൾ വന്നാൽ ഇത് അറബിക്കടലിൽ പറയുമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ അത് ഒപ്പിടാനായിട്ട് ആലോചിച്ചു. പിന്നെ ഇപ്പോൾ അതിൻ്റെ സബ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. ഇതൊരു കാര്യം മാത്രമല്ല. ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് ഒരു കൂടി വരികയാണ്. അതിപ്പോൾ താങ്കൾ ശരിയായിട്ട് പറഞ്ഞതുപോലെ തന്നെ താങ്കൾ ധനകാര്യമന്ത്രിയായിരുന്നു. PM ശ്രീയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. PM ശ്രീയിൽ ഈ പറയുന്ന പോലെ സംസ്ഥാനത്തിന് പണം കിട്ടേണ്ടിയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അത് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഒരു ആർഗ്യുമെൻ്റായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കളും അതിനനുബന്ധമായിട്ട് ഇടതുമുന്നണിയും സർക്കാരും ഇടതുമുന്നണിയും CPM ഒക്കെ ചെയ്ത കാര്യമുണ്ട്. അത് ഇമാതിരി ഒപ്പിട്ട് കൊടുക്കാതെ കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ചെയ്തു. നിങ്ങൾ
കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തു. ഇതുപോലെ തന്നെ കേസ് പിൻവലിക്കാമെങ്കിൽ പണം തരാം എന്നുള്ള വാഗ്ദാനം നിങ്ങൾ നിരസിച്ചു. നിങ്ങൾ കേസ് പറഞ്ഞു, സുപ്രീം കോടതിയിൽ അനുകൂലമായൊരു പ്രതികരണം വാങ്ങി. ആ കേസ് ഇപ്പോഴും കോടതി കിടക്കുകയാണ്. അത്തരം ഒരു ഫൈറ്റ് PM ശ്രീയിൽ നടത്താനുള്ള സ്കോപ്പ് ഇല്ലായിരുന്നോ? അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. PM ശ്രീയിൽ അങ്ങനൊരു സ്കോപ്പിനേക്കാൾ ഉപരി ഇതിനകത്ത് സിലബസും മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാതെ തന്നെ, നമ്മൾ ഒന്നും ഏറ്റെടുക്കാതെ തന്നെ, നമ്മുടെ മാറ്റം വരുത്താതെ തന്നെ ചെയ്യാമെന്നുള്ള ധാരണയിലാണത് അത് ചെയ്തത്. എല്ലാത്തിനും എല്ലാ ദിവസവും കേസിന് പോകാൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. നേരത്തെ ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. നമ്മൾ ശക്തമായ ഫൈറ്റാണ് നടത്തിയത്, ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പത്തെ ജനുവരി മാസത്തിൽ നമുക്ക് 6000 കോടിയാണ് അവർ കട്ട് ചെയ്തത്. ഇത്തരം ഓരോ സമീപനവും എടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഞങ്ങൾ അത്ഭുതകരമായി ഒരു കൂട്ടായ്മ കൊണ്ട് രക്ഷപ്പെട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ എല്ലാറ്റിനും അങ്ങനെ കേസ് കൊടുക്കാൻ പറ്റത്തില്ല. അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഡേ ടു ഡേ കാര്യങ്ങളിൽ അങ്ങനെ ചെയ്യുന്നതിന് പ്രായോഗികമായ പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ തന്നെ, രാഷ്ട്രീയ പ്രശ്നത്തിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ തെറ്റിദ്ധരിക്കും എന്നുള്ളപ്പോൾ തന്നെ ഞങ്ങളത് പിൻവലിച്ചു. ഞങ്ങളെ പറഞ്ഞത് ഞങ്ങളതിൻ്റെ സിലബസിൻ്റെ കാര്യത്തിലോ വേറെ കാര്യങ്ങളോ അധികം ഇനിയിപ്പോൾ PM ശ്രീ പറയുന്നത് ഞങ്ങൾക്കൊന്നും വേണ്ട. കാരണം കേരളത്തിലെ മിക്കവാറും ബിൽഡിങ്ങുകളെല്ലാം വന്നു കഴിഞ്ഞു, ബാക്കി കാര്യങ്ങൾ വന്നു കഴിഞ്ഞു. ചെറിയൊരു എമൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു. പിന്നെ അത് പക്ഷേ 1500 കോടിയുടെ ഒരു പ്രശ്നം ചെറിയ കാര്യമല്ല. അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാൻ ഉൾപ്പെടെ SSK തന്നെ 10000 പേരുണ്ട്. ഞങ്ങൾ ധനകാര്യ വകുപ്പിൽ നിന്നും മറ്റു ഫണ്ടുകൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്ഥിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് വന്നത്. പക്ഷേ അതിനകത്ത് ആ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിത് ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത് അപ്പം തന്നെ തോന്നിയതുകൊണ്ടാണല്ലോ ചെറിയൊരു ആദ്യമേ ചെയ്തതിനകത്തൊരു പോരായ്മ പറ്റി അത് ശരിയായില്ലെന്ന് തോന്നിയതുകൊണ്ടാണല്ലോ ഞങ്ങൾ കറക്റ്റ് ചെയ്തത്. ആ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഏറ്റവും പ്രധാന ഇഷ്യൂ ഞാൻ പറയാം, BJP ഗവൺമെൻറ്റിനോട് പൊളിറ്റിക്കലായി ഫൈറ്റ് ചെയ്തോ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ? പൊളിറ്റിക്കലായി ഫൈറ്റ് ചെയ്തതിൻ്റെ ഉദാഹരണമല്ലേ, ഏതെങ്കിലും സർക്കാർ സുപ്രീം കോടതി ഇതുപോലെ കേസുമായിട്ട് പോയിട്ടുണ്ടോ? അവർ ഞങ്ങളെ എല്ലാ കാര്യത്തിനും പിന്നീട് ഞങ്ങൾക്ക് കിട്ടേണ്ട പണം പലതും തടഞ്ഞു വെക്കാൻ വേണ്ടി ഈ കോടതി കേസ് ഉപകരണമാക്കി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സീനിയർ ഉദ്യോഗസ്ഥന്മാർ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ ചെല്ലുമ്പോഴും പറഞ്ഞു നിങ്ങളെ കേസ് പിൻവലിച്ചിട്ട് നമ്മളെല്ലാം ചെയ്യാം. കേസ് ഒരു ഭയങ്കര സീരിയസ് പൊളിറ്റിക്കൽ ക്വസ്റ്റൻ ആയിട്ടാണ് അവർ കണ്ടത്. ഞങ്ങളത് പുറകോട്ട് പോയില്ല. ഡൽഹി ഞങ്ങൾ സമരം ചെയ്തു. ഇന്ത്യയിലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള സംസ്ഥാനത്തെ നേതാക്കന്മാരെ ഞങ്ങൾ കൊണ്ടുവന്നു. അതിനകത്ത് ഫാറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ വന്നു. അവിടെ മാറി നിന്നാരാ? കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് കേന്ദ്രത്തിൻ്റെ നയങ്ങളോട് ഫൈറ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവർ ആ സമരത്തിൽ പങ്കെടുത്തതിനും സംസ്ഥാനത്തിന് കിട്ടേണ്ട ഓരോ ഘട്ടത്തിലും കിട്ടേണ്ട പണം വെട്ടിക്കുറച്ചതിനെതിരെ ഫൈറ്റ് ചെയ്തതിനും ഏറ്റവും ഒടുവിൽ ഇവർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഞാൻ നിയമസഭയിൽ സംസാരിച്ച് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇപ്രാവശ്യത്തെ ധനകാര്യ കമ്മീഷനിൽ വെട്ടിക്കുറച്ചു. കഴിഞ്ഞ 15 ധനകാര്യ കമ്മീഷനിലും റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് നമുക്ക് എല്ലാ സംസ്ഥാനത്തിനോടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് അത് ഒഴിവാക്കിയേക്കുന്നത്. അത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ബഡ്ജറ്റിൽ കണക്ക് വെച്ചിരുന്നു. അത് എന്തോ വലിയ ഗുരുതരമായ അപരാധം പോലെയാണ് ശ്രീ VD സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലല്ലാതെ കിട്ടിയതാണ്. കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി 19,000 കോടിയാണ് ആദ്യത്തെ വർഷം കിട്ടിയത്. ഈ വർഷം ഒന്നും കിട്ടിയില്ല. ഇതിനെതിരെ പ്രതികരിക്കണം, നമ്മളൊരു പ്രമേയം പാസ്സാക്കണം, നമ്മൾ ഡൽഹി പോകണം. ഞാനിത് പറഞ്ഞത് നമ്മുടെ മാത്രം അഭിപ്രായമല്ല. ഹിമാചൽ പ്രദേശ് കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റാണ്. അവരുടെ ഇത് കിട്ടാത്തതുകൊണ്ട് 10,000 കോടി അവർക്ക് ഈ വർഷം കുറഞ്ഞ്. അവർ ശമ്പളം 30% വെട്ടിക്കുറച്ചു. അവിടുത്തെ മുഖ്യമന്ത്രി ഡൽഹി പോയി. അദ്ദേഹം ധനകാര്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ കണ്ടു. അപ്പോൾ അവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഇവർ ഫൈറ്റ് ചെയ്യുന്നില്ല. ഞങ്ങളങ്ങനെ ഫൈറ്റ് ചെയ്യാതിരുന്നവരല്ല. ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതിനകത്ത് ശക്തമായി നിന്നു. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പരാജയമാണ് ഞങ്ങളെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതെന്ന് BJP നേതാക്കന്മാർ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ചില ഘട്ടങ്ങളിൽ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കാര്യമല്ല ജനങ്ങളുടെ മുന്നിലേക്ക് ഇവർ എത്തിച്ചെന്നേ ഉള്ളൂ. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് വെള്ളം ചേർത്തുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന നിലയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ സ്പേസ് അതാണ്, ഞങ്ങളുടെ ഡിമാൻഡ് അതാണ്, ഞങ്ങളുടെ ആവശ്യം അതാണ്. ശ്രീ VD സതീശൻ കേരളത്തിലെ കഴിഞ്ഞ UDF കഴിഞ്ഞ ഒരു വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ഇടതുപക്ഷം, ഞങ്ങൾ സെക്കുലർ രാഷ്ട്രീയത്തിൽ കോംപ്രമൈസ് വരുത്തില്ല എന്ന് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. കേരളത്തിലെ മനുഷ്യരോടാണ് പറയുന്നത്. അതേതായാലും BJP ടാർഗറ്റ് ചെയ്തിട്ട് പറയാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ ഇതിലെവിടെയോ ഒരു റെസ്പോൺസ് മനുഷ്യരുടെ ഇടയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് UDF ആണ് സെക്കുലർ പൊളിറ്റിക്സിൻ്റെ ആളുകൾ, UDF ആണ് RSSനെതിരെയുള്ള ഫൈറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സെക്കുലർ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങളാണ് മുമ്പിൽ എന്ന് പറയുമ്പം അതിന് എവിടെയോ കണക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ CPM തീർച്ചയായിട്ടും അത് നന്നായി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീ VD സതീശൻ്റെ ഏത് കാര്യവും നന്നായി അവതരിപ്പിക്കാൻ വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു ക്യാമ്പയിൻ മെഷീനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ അടിസ്ഥാനരഹിതമായ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ കള്ളം വിശ്വസനീയമായിട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. അവിടെ ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞു ഇവിടെ 100 സീറ്റ് കിട്ടും ഞങ്ങൾക്ക്.
ഒരു ഡസൻ മന്ത്രിമാർ തോക്കും. എങ്ങനെയാണ് സാധാരണഗതി പറയാൻ പറ്റുക? നിങ്ങൾ ഉൾപ്പെടെയുള്ള പത്രപ്രവർത്തകരുടെ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള സർവേകളിലൊന്നും അത് വന്നില്ല. ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും എന്നാണ് പൊതുവെ കണ്ടത്. അല്ലെങ്കിൽ ചെറിയൊരു എഡ്ജ് LDF പറഞ്ഞവരുണ്ട്, UDF പറഞ്ഞവരുണ്ട്. അപ്പോൾ 12 മന്ത്രിമാർ തോക്കും ഇത്രയും വരുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാം ഈ വോട്ടിൻ്റെ കണക്കെടുത്ത് നോക്കിക്കോളൂ. 10-30 സീറ്റിനകത്ത് BJP സീറ്റ് വോട്ടുകൾ കുറഞ്ഞതിൻ്റെ കണക്കുകൾ കൃത്യമല്ലേ, പിന്നെ വന്നല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഒരു വശത്ത് കൂടി ഞങ്ങൾ സെക്കുലറിസത്തിൻ്റെ കാര്യം പറയുന്നു, ഞങ്ങൾ BJPക്കെതിരാണെന്ന് പറയുകയും മറുവശത്ത് BJPയുമായിട്ട് രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ ധാരണയുണ്ടാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് ഇപ്പോൾ പ്രകടമായിട്ടുണ്ട്. ആ വോട്ടുകളുടെ കണക്ക് നോക്കുമ്പോൾ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ നാട്ടിലെ ഈ മതനിരപേക്ഷത ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുന്നിൽ ശക്തമായിട്ട് ഈ ആർഗ്യുമെൻറ്റ് പറഞ്ഞു, സത്യമാണ് അവർ. എന്നിട്ട് ഞങ്ങൾ ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്തെന്ന് വരുത്താൻ ശ്രമിച്ചു. വാസ്തവത്തിൽ ഞങ്ങൾക്ക് പറ്റിയ പോരായ്മ എന്താ? നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹിയിൽ പോയി സമരം ചെയ്യുകയും തിരുവനന്തപുരത്ത് സമരം ചെയ്യുകയും നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു. കുറച്ചുകൂടി ഞങ്ങളത് എക്സ്പോസ് ചെയ്ത് കൊണ്ടുവരണമായിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് സംശയമൊന്നുമില്ല. കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെയുള്ള സമരം ഞങ്ങൾ ചെയ്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ആ സമരം കുറച്ചുകൂടി വരണമായിരുന്നു എന്നുള്ളതിനകത്ത് ക്യാമ്പയിൻ ഞാൻ പറഞ്ഞത്. സമരം ചെയ്തു, ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, ചിലതിലൊക്കെ സഹകരിച്ചിട്ടില്ല, ഞങ്ങൾ അവരോട് പിന്നെ അവരുടെ കാര്യങ്ങൾ ഡിനേ ചെയ്തിട്ടുണ്ട്. ലൈഫ് പദ്ധതിയോട് ഉൾപ്പെടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ പണം ഇങ്ങനെ കണ്ടീഷൻ വെച്ചുകൊണ്ട് വീടുകളിൽ പ്രധാനമന്ത്രിയുടെ പടവോ അല്ലെങ്കിൽ പേരോ വെച്ചിട്ടുള്ള കാര്യം വേണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഫൈറ്റിൻ്റെ ഒരു ഗ്രാവിറ്റി വേണ്ടത്ര ജനങ്ങളെ പഠിപ്പിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത്രയും കഴിഞ്ഞില്ല എന്ന് തന്നെയാണ്. അത്രയും കഴിഞ്ഞില്ല. പക്ഷേ അവിടെയാണ് ഞങ്ങളവിടെ വല്ലാത്ത ഒരു സമീപനം കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചെങ്കിലും കോൺഗ്രസിൻ്റെയും VD സതീശൻ്റെയും ലീഗും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിനകത്ത് നിഷ്കളങ്കമായിട്ടല്ല. അധികാരത്തിൽ 10 വർഷം പുറത്തു നിന്ന് ലീഗിന് സെക്കുലറിസം ഒന്നും പ്രശ്നമൊന്നുമല്ല. സെക്കുലറിസം അവർക്ക് പ്രശ്നമല്ല എന്ന് ഞാൻ പറയുകയാണ്. സെക്കുലറിസം അല്ല അവരുടെ പ്രശ്നം. 10 വർഷം പുറത്തു നിന്ന് ഇനിയെങ്കിലും അധികാരം കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തു നുണപ്രചരണത്തിനും കൂടെയും ലീഗ് നിന്നു. ലീഗാണ് ഈ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം വഹിച്ചത്, അതിനെല്ലാവരും കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടെ സെക്കുലറിസം എന്നുള്ള പേര് ഒരു മേലങ്കിക്ക് വേണ്ടി പറഞ്ഞതാണ്. ആ സെക്കുലറിസത്തിൻ്റെ വികാരം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നാൽ PM ശ്രീ അപ്പം അറബിക്കടലിൽ പറയുമെന്ന് ഇപ്പോഴത്തെ ഒരു മന്ത്രി പറഞ്ഞത്. അന്ന് പറഞ്ഞത് നിഷ്കളങ്കമായിട്ടല്ല. ഓരോ സ്റ്റേറ്റ്മെൻറ്റും എടുത്ത് നോക്കിക്കോളൂ, അതെല്ലാം അങ്ങേയറ്റം വികാരപരമായിട്ടാണ്. പക്ഷേ പറഞ്ഞത് മുഴുവൻ അവർ ഈ 10 വർഷക്കാലം പുറത്തു നിന്നു എങ്ങനെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അവർക്ക് തന്നെ അറിയാം BJP ആയിട്ടുള്ള ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ആർക്കും മനസ്സിലാവാത്തതാണോ എന്ന്. മാത്രമല്ല അധികാരത്തിൽ വന്നതിന് ശേഷം എടുത്ത നിലപാടുകളെ പറ്റിയും പിന്നെ ലീഗിന് അതിൽ അഭിപ്രായമുണ്ടോ? ശ്രീ ബാലഗോപാൽ, അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നു. താങ്കളും പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച്, അതെന്താണ് സംഭവിച്ചത്? എന്താണ് വാട്ട്സ് യുവർ എക്സ്പ്ലനേഷൻ ഓഫ് ദാറ്റ്? വളരെ തെറ്റായ തരത്തിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് അത്. അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വ്യക്തി എന്ന നിലയിൽ ഞാൻ മാത്രമല്ലല്ലോ. രാവിലെ കുറച്ച് കാര്യങ്ങൾ തെറ്റായി പറഞ്ഞു. ഭരണപക്ഷത്തിന് 102+3 105 MLA-മാരുണ്ട്. കാരണം ഞങ്ങൾ 35 ഉള്ളൂ, ബാക്കിയെല്ലാം ഭരണപക്ഷത്തിന് കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരായി. അവർ തെറ്റായ കാര്യങ്ങൾ, അതായത് ഒരു മന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടിയന്തര പ്രമേയത്തിൽ സംസാരിക്കും, മറ്റൊരു മന്ത്രി ശ്രീ ഷിബു ബേബി ഉന്നയിച്ചിട്ട് അതിനിടയ്ക്ക് കറഞ്ഞു. അപ്പോൾ അത് സാധാരണ ഞങ്ങൾ ചെയ്യാറില്ല. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അങ്ങനെ ഒരു മന്ത്രി പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അങ്ങനെ ആ മന്ത്രിക്കുണ്ടല്ലോ അതൊക്കെ പറയാനുള്ള കഴിവ്, അതിന് ശേഷം വേണേൽ ആഡ് ചെയ്യാം. അപ്പോൾ അവിടെ വെച്ച് പിന്നെ അവർ കുറേ ന്യായമൊക്കെ പറഞ്ഞു, അങ്ങനെയല്ല നേരത്തെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മളും ഉള്ളപ്പോഴും ഒരു മന്ത്രി ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കാര്യം ആഡ് ചെയ്യണമെങ്കിൽ ഒരു മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയൊക്കെ ഇടപെടും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിട്ട് ഈ സമ്മേളനം തുടങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹം പഴയ 5 സംഭവങ്ങളുണ്ട്, അതിനകത്ത് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ തന്നെ വനം വകുപ്പ് മന്ത്രി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യം. അത് അങ്ങനെ നടന്നിട്ടില്ല. അപ്പോൾ ഇത് മാത്രമല്ല, ഏത് കാര്യവും സഭയുടെ ഒരു അഡ്വാൻറ്റേജ് എപ്പോഴും ഭരണപക്ഷത്തിനാണ്. മുഖ്യമന്ത്രി പറഞ്ഞ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റത്തില്ല. ഇല്ലാത്ത കാര്യങ്ങളങ്ങ് പറയുക, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്ക് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് ടാക്സ് പ്രപ്പോസലുള്ള എല്ലാ പിന്നെ ബില്ലുകളും എല്ലാ പ്രപ്പോസലും സബ്ജക്റ്റ് കമ്മിറ്റിക്ക് പോകണം. ടാക്സ് പ്രപ്പോസൽ വലിയ തുകയുടെ ഉള്ളത്, അല്ലെങ്കിൽ അത്ര ഇല്ല, സാധാരണ സബ്ജക്റ്റ് കമ്മിറ്റി പോകാതിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളും അങ്ങനെ സാധാരണ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പറയുക. അത് കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഫ്ലോറിലും റെക്കോർഡിലും എല്ലാം ഇതല്ലേ വരൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതേപോലുള്ള എപ്പോഴും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു എന്നുള്ള പ്രശ്നം ഞങ്ങൾ എപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അന്ന് അവിടെ വന്നപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് മന്ത്രിമാർ മറുപടി പറയുന്ന സമയത്ത് ശ്രീ ഷിബു ബേബിയോൺ എണ്ണിച്ചിട്ട് രാവിലത്തെ ഞങ്ങൾ പറഞ്ഞത് 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തെറ്റാ, ഞങ്ങൾക്കറിയാം. നമ്മുടെ MLA-മാരെല്ലാം എണ്ണിച്ചിട്ട് ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അടുത്തായിട്ട് നടത്തി. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു
പിന്നെ അദ്ദേഹത്തെ വ്യക്തിപരമായി അവമാനിച്ച് ഏതോ ഒരു സീനിയറായ നേതാവ് സംസാരിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ലാത്ത സാധാരണ അനുസരിച്ച്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ തൊട്ട് വലതുവശത്ത് അങ്ങേറ്റത്ത് ഒന്നാമത്തെ സീറ്റിലിരിക്കുന്നത് പ്രതിപക്ഷ നേതാവും ഇപ്പുറത്ത് രാജനാണ് CPI. ഞങ്ങൾ ആലോചിച്ച് ഇങ്ങനത്തെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെങ്ങനെ അംഗീകരിക്കുന്നതെന്ന് നമ്മൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കള്ളം മാത്രം പറയുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നടന്നത്. അപ്പം ഞാൻ എണീച്ചിട്ട് പറഞ്ഞു ഇതുപോലുള്ള അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ സഭയ്ക്കകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ, സഭയിൽ ഇത് വന്നാൽ രേഖ വരും. രേഖ വന്നാൽ 50 വർഷം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് ഒരാൾ റിസർച്ച് ചെയ്ത് നോക്കുമ്പം ഇതാ കാണുക, രേഖ അതല്ലേ കാണൂ. അപ്പോൾ സ്പീക്കർ ഇങ്ങനത്തെ കാര്യം സംരക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് എണീച്ച് പറയുന്നു, ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് LOP ആണ് പറയേണ്ടത്. കാരണം എന്താ, ഞങ്ങൾക്ക് സഭയിൽ നിന്ന് ഇരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന LOP ഞങ്ങൾ ആലോചിക്കാതൊന്നും പറയില്ല ഞങ്ങളെന്നുള്ളത് ആലോചിച്ചോണം. അല്ലാതെ ഒന്നും ആലോചിക്കാതല്ല എണീച്ച് പറയുന്നത്. ഇതാണ് നടന്ന സംഭവം. അപ്പം നമുക്കറിയാം അവിടെ ഇങ്ങനെ നുണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ സംഭവത്തിനെ ഇവർ വളച്ചൊടിച്ച് ഈ പറയുന്ന ഭാഗം കാണിച്ചിട്ട് ബാക്കി മോർഫ് ചെയ്യുന്ന രീതിയിൽ LOP നോക്കുന്നതൊക്കെ മോർഫിങ്ങാണ്. അത് ഒരു നിയമസഭാ പ്രിവിലേജിനെതിരാണ്. സംഘത്തിൽ ക്രിമിനൽ കേസാണ് ഈ ചെയ്ത ആളുകൾ. അങ്ങനെ ചെയ്ത് അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളവിടെ ഇരുന്നവർക്കും കണ്ടവർക്കും എല്ലാം അറിയാം. കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ തന്നെ വീണ്ടും ഇത് ആവർത്തിച്ച് കാണിച്ചു. ഇങ്ങനൊന്നും അങ്ങനെ പറയുന്നില്ല. പൊതുവിലെ ശക്തമായിട്ട് അവരോട് പറയുന്നുണ്ട്. ശക്തമായി പറയേണ്ട ഞങ്ങളുടെ ജോലിയാണ്. ഇവരിനി എന്തോ കള്ളത്തരം കാണിച്ചാലും ഇനിയായാലും ഞങ്ങൾ ഇത്തരം പേരെ കാണൂ. ഞങ്ങൾ 35 വരെ ഉള്ളൂ. അതിന്റെ വ്യംഗ്യം എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് റെസ്പോൺസ് ഉണ്ടായില്ല. അല്ല, അങ്ങനെയല്ല. പ്രതിപക്ഷ നേതാവ് ഇത്രയും സംസാരിച്ച് കഴിയുമ്പോഴാണ് സാധാരണ പ്രതിപക്ഷ നേതാവ് എണ്ണിച്ചിട്ട് അഭിപ്രായം പറയുക. അടിയന്തര പ്രമേയം ഉണ്ടാകുന്ന സമയം പോലല്ല. ചിലപ്പോൾ സഭയിൽ നമ്മൾ തർക്കങ്ങൾ ഉന്നയിക്കും. ചില സമയത്ത് ഞങ്ങൾ വെല്ലിറങ്ങേണ്ടി വരും. അതേത് പ്രതിപക്ഷം ഇറങ്ങുന്നതാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിൽ ഇതുപോലെ സ്ഥിരമായിട്ട് ഇങ്ങനെ നുണ പറയുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളിത് ഇങ്ങനെ അടിസ്ഥാനരഹിതമായ അദ്ദേഹം പറഞ്ഞ ആ മന്ത്രി പറഞ്ഞ കാര്യം അടിസ്ഥാനരഹിതമാണ്. പക്ഷേ അത് നാട്ടിലെ ആളുകളുടെ ഇടയിൽ വല്ലാത്തൊരു വികാരപരമായ കാര്യം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത്. അദ്ദേഹം പറഞ്ഞത് വലിയ തോതിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. അത് രേഖ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടെ. ഇനിയായാലും ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളവിടെ അവരോട് പ്രതിഷേധിക്കും. സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം ഞങ്ങളെ. അതാണ് അവിടെ പറഞ്ഞത്. അതിനടുത്ത ദിവസം ദൗർഭാഗ്യകരമായിട്ട് ഒരു കാര്യം നോടി നടന്നു. സ്പീക്കർ ഇത് മൊത്തം മനസ്സിലാക്കാതെ ആണ്, ഈ സ്പിരിറ്റ് മനസ്സിലാക്കണമല്ലോ, ഇങ്ങനൊരു കാര്യം ഇങ്ങനെ ശോഭിച്ച് സംസാരിക്കുന്നതൊന്നും ശരിയല്ല. ശോഭിക്ക് സംസാരിക്കുന്നത് പ്രതിപക്ഷം ഭരണപക്ഷത്തോടാണ്. സ്പീക്കറുടെ പോലും ഞങ്ങൾ ശോഭിക്കാറില്ല. അങ്ങ് ഇത് നോക്കണം, ഈ തെറ്റായ കാര്യങ്ങൾ വരരുത് എന്ന് നോക്കണം. അതേസമയം ഭരണപക്ഷത്തോടെ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല, ഞങ്ങളിത് അംഗീകരിക്കില്ല. അത് അങ്ങോട്ടാ, അല്ലാതെ ഇങ്ങോട്ടല്ല പറയുന്നത്. പ്രതിപക്ഷ നേതാവിനോട് പിന്നെ LOP ഈ കാര്യം ഇത് കേട്ടുകൊണ്ടിരുന്ന LOP അതിനെപ്പറ്റി അഭിപ്രായം പറയാം. LOP ഇടപെട്ടാലും നിങ്ങൾ അതിനിടയ്ക്ക് സംസാരിച്ചിരുന്നു ഇത് ഈ വിഷയം. പിന്നെ ഇതിൽ ഞങ്ങൾ ഈ കാര്യവും ആദ്യമേ ഇവർ സംസാരിച്ച് സാധാരണഗതിയിൽ ഒരു നിയമസഭാ മറുപടി പറയുന്നതിന് കൂട്ടല്ല. അദ്ദേഹം നേരെ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ വന്നിട്ട് ഇല്ലാത്ത കാര്യം 5 കേസുകൾ അവിടെ പറഞ്ഞു. നേരത്തെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഇങ്ങനെ 5 പ്രാവശ്യം അടിയന്തര പ്രമേയത്തിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ആരും കയറി പറഞ്ഞിട്ടില്ല. അതൊരു സിസ്റ്റമാണ്. ഞങ്ങൾ ഭരണപക്ഷമായാലും കോൺഗ്രസ് ഭരണപക്ഷമായാലും അതിനൊരു സിസ്റ്റമുണ്ട്, ഒരു ഡെക്കോറമുണ്ട് സിസ്റ്റത്തിനകത്ത്. അതിനകത്ത് ഒരു മന്ത്രി പറയുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ തന്നെ പറയും അതോടെ കൂട്ടിച്ചേർത്തേരെ. ഇപ്പം നെല്ലിൻ്റെ ഒരു കാര്യം വരുന്നിരിക്കട്ടെ, ഞാൻ മന്ത്രിയാണ്, നെല്ലിൻ്റെ സിവിൽ സപ്ലൈസ് മന്ത്രി പറയുന്നു ധനകാര്യ കാര്യം സംബന്ധിച്ച് വേണമെങ്കിൽ എനിക്ക് അഡീഷണൽ കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ എന്നോട് കാര്യം ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചോദിക്കാം. ഇങ്ങനെ കൂട്ടിച്ചേർക്കാറുണ്ട്. അല്ലാതെ ഇടയ്ക്ക് കയറാറില്ല. ഇത് വലിയ സാങ്കേതിക പ്രശ്നമല്ല, ഇടയ്ക്ക് കയറി പറയാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു മന്ത്രിയോ ഒരു MLA യോ അല്ലെങ്കിൽ ഒരു മന്ത്രി സംസാരിക്കുമ്പോൾ പ്രതിപക്ഷമോ ഉന്നയിച്ചൊരു കാര്യം ചോദിച്ചാൽ വഴങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം ചോദിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം ഉള്ളതാണ്. അപ്പോൾ ഈ കാര്യം പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചു വന്ന് ഇതെല്ലാം പറയുന്നു. രണ്ടാമത് പ്രകോപനം ഉണ്ടാക്കാൻ, നാട്ടുംപുറത്ത് പ്രകോപനം ഉണ്ടാക്കാൻ ഞാൻ പറയട്ടെ. നാട്ടുംപുറത്ത് പ്രകോപനം ഉണ്ടാക്കാൻ അല്പം പിന്നെ മതവും ജാതിയും വർഗീയതയും ഒക്കെ വരട്ടെ എന്നൊക്കെയുള്ള തരത്തിലേക്ക് പല കമൻറ്റുകളും വരുമല്ലോ. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കാനായിട്ടൊരു ശ്രമം വന്നു എന്ന് കണ്ടതുകൊണ്ടാണ് നമ്മൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത്. അതാണ് ആ വിഷയം. ഞാൻ വിഷയം പറയുന്നില്ല, അത് ആ വിഷയം ഒഴിവാക്കണമെന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. അവിടെ എവിടെയോ ആരോ പറഞ്ഞു, ആർക്കും പറഞ്ഞൂടെ അങ്ങനെ പ്രതിപക്ഷ നേതാവിന് അത് ശുദ്ധ പ്രതിപക്ഷ നേതാവും കൂടെ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഈ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള തെറ്റുകളെ പറ്റി ഞങ്ങൾ സംസാരിക്കുമല്ലോ. രണ്ടാമത് എണ്ണിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇങ്ങനത്തെ സംസാരം ഇത് ഉള്ള തെറ്റായ കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങളത് ഞങ്ങൾ ഇറങ്ങിപ്പോവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇത് സഹകരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഇതാണ് സഭയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ. അത് സഭയ്ക്കകത്തെ രേഖകളെ വളച്ചൊടിച്ച് കൊടുക്കാൻ പാടില്ല. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒന്നാമത്തെ ആൾ സ്പീക്കറാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ഏതൊരു ഓൺലൈൻകാരൻ്റെ
പിന്നെ ചോദ്യം വരുമ്പോഴൊന്നും അങ്ങനെ വഴിവിട്ട് അദ്ദേഹം പറയത്തില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സർക്കാർ നടപടി മാത്രം മതി, അല്ലെങ്കിൽ സർക്കാർ മതി, അല്ലെങ്കിൽ ഭരണം മതി എന്നൊരു തോന്നൽ CPM ഉണ്ടായിട്ടുണ്ടായിരുന്നു. സർക്കാർ നടപടികൾ കൊണ്ട്, ജനക്ഷേമ നടപടികൾ കൊണ്ട്, വികസന നടപടികൾ കൊണ്ട് രാഷ്ട്രീയം മനുഷ്യർക്ക് മനസ്സിലാകും എന്നൊരു തോന്നൽ CPM ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയില്ല. പക്ഷേ തുടർച്ചയായിട്ട് അധികാരത്തിലിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. അത് മറ്റേതാണെങ്കിൽ നിരന്തരമായി സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും രീതികൾ, അതിശക്തമായ സമര പ്രക്ഷോഭത്തിൻ്റെ ഒരു നാടാണ് കേരളം. കാമ്പയിൻ നമ്മൾ സംസാരിക്കുകയും സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും സോഷ്യൽ മീഡിയ കൊടുക്കുകയും ടെലിവിഷൻ പറയുകയും ചെയ്യുന്നതല്ല നമ്മുടെ സാധാരണഗതിയിലുള്ള കാമ്പയിൻ്റെ കേരളത്തിൻ്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ ശക്തമായ പൊളിറ്റിക്സ് പറയുന്നെങ്കിലും ഫീൽഡിൽ അതിശക്തമായ സമരം ചെയ്യുന്നതിൻ്റെ അത്രയും ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇതെൻ്റെ വ്യക്തിപരമായ തോന്നലാണ്, എൻ്റെ വിലയിരുത്തലാണ്. ആ കമ്മ്യൂണിക്കേഷൻ മീഡിയങ്ങളൊക്കെ കുറേ മാറിയിട്ടില്ല. മീഡിയങ്ങൾ മാറി. ഞാൻ പറഞ്ഞത് മറ്റേതിപ്പോൾ ഞാൻ ദീർഘകാലം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും യുവജന സംഘടനാ പ്രവർത്തനവുമായി പ്രവർത്തിച്ച ഒരാളാണ്. അന്നൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ വലിയ കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെയുള്ള സംഭവം നടക്കുമ്പോൾ 5 പേര് വെടിയേറ്റ് മരിച്ച സംഭവം നടക്കുന്നപ്പോൾ ഞങ്ങൾ നിരാഹാരം കിടക്കുന്ന ഒരു സമരത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ്. ഞങ്ങൾ നിരാഹാരം കിടക്കുകയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ പ്രക്ഷോഭമാണ്. അത് അന്ന് മാത്രമല്ല, അതിനു മുമ്പ് ഈ പിന്നെ മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ്റെ അഴിമതി, പിന്നെ ചില മേഖലയിലെ സെൽഫ് ഫൈനാൻസിങ്ങിൻ്റെ വല്ലാത്ത കൊള്ളയടിക്കുന്ന ഫീസ്, കണ്ടിന്യൂസ് ഈ ഗ്ലോബലൈസേഷൻ്റെ നടത്തിപ്പ് തുടങ്ങുന്ന 91 അതിനുശേഷം ഇങ്ങോട്ടുള്ള ഘട്ടത്തിൽ വലിയ സമരങ്ങളാണ്. ആ സമരങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ സമരമൊന്നുമില്ലെന്ന് തോന്നും. കാരണം സമരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള സമരമാണ്. പിന്നീട് ഞാൻ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും DYFIയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും പിന്നീട് വന്ന ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, ആൻ്റണി ഗവൺമെൻറ്റുകൾക്കെതിരെ ഇവിടെ നടന്ന സമരവും ഡൽഹിയിൽ വർഗീയതയ്ക്കെതിരെയുള്ള ഇവരുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളുണ്ട്. അത്തരം സമരങ്ങളുടെ അനുഭവം ധാരാളം ഉണ്ട് കേരളത്തിലെ ഇടതുപക്ഷത്തിന്. അപ്പോൾ ആ സമരത്തിൻ്റെ അതിശക്തമായ ഫീൽഡിലെ സമരം പോലെയുള്ള സമരങ്ങൾ നിൽക്കുന്നു. ഇപ്പം തന്നെ ഞാൻ പറയാം, 2016 ഇലക്ഷൻ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പ് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞാൻ CPMൻ്റെ. അന്ന് കൊല്ലത്താകെ കശുവണ്ടിയുടെ സമരം ഉണ്ടായിരുന്നു. കശുവണ്ടി ഇഷ്യൂ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്തടക്കം നിരാഹാര സമരം നടത്തി. ഏറ്റവും വലിയ സമരം അന്ന് എടുത്ത് കാണിക്കേണ്ടത്, അന്ന് ഈ കോവിഡ് സമയമായിട്ട് പോലും ഡൽഹിയിൽ നടന്ന കർഷകരുടെ വലിയ പ്രക്ഷോഭം ഉണ്ടല്ലോ. കർഷക സമരത്തിൽ ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞിങ്ങോട്ട് വരുന്ന ഘട്ടത്തിൽ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ചുമതല കഴിഞ്ഞ് കർഷക സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഡൽഹിയിൽ നടന്ന കർഷക സമരത്തിനോട് പിന്നെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ സമരമുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നിരന്തരമായ സമരം, ഇവിടുന്ന് ഡൽഹിയിലടക്കം പോയിട്ട് ആ സമരത്തിൽ പങ്കെടുത്ത അനുഭവം 2021 മുമ്പൊക്കെ ആ സമരം നടക്കുന്നുണ്ട്. അപ്പോൾ ആ അത്തരം ഫീൽഡിൽ നിൽക്കുന്ന തെരുവിലെ സമരവും അത്തരം സമരങ്ങളുടെ അനുഭവം സാധാരണഗതിയിൽ ഒരു ഗവൺമെൻറ് വരുമ്പം കുറച്ച് പരിമിതി ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. വേറൊന്നും കൊണ്ടല്ല, സംസ്ഥാനത്ത് ഗവൺമെൻറ് ചെയ്യുന്നു, തൊഴിലാളികളുടെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ മിക്കവാറും അവരുടെ ഒരു ഡിമാൻഡ് വരുമ്പം തന്നെ കാര്യങ്ങൾ നമ്മൾ നടത്തി കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി പുനരാലോചിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എൻ്റെ ഇത് വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ ക്യാമ്പയിൻ ശരിയായി ആ ബന്ധപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് അവരിൽ എല്ലാവരിലും എത്തണം. ഉദാഹരണം ഞാൻ പറയട്ടെ, KSRTC ഞാൻ മന്ത്രിയാവുന്നത് 2021 രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് KSRTCയുടെ ശമ്പളം റെഗുലർ അല്ലായിരുന്നു, പെൻഷൻ റെഗുലറേ അല്ലായിരുന്നു. നേരത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ, പക്ഷേ കൊടുക്കുന്നത് അല്പം വൈകിട്ടൊക്കെയാണ്. നമ്മൾ ലോൺ എടുത്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. ശമ്പളത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. കോവിഡ് സമയത്ത് ശമ്പളത്തിന് നമ്മൾ കുറേ സബ്സിഡി കൊടുത്തിരുന്നു, ഗവൺമെൻറ് കൊടുത്തിരുന്നു. അതൊരു സർക്കാർ ശമ്പളത്തിന് സഹായിച്ചിരുന്നില്ല. കോവിഡ് വന്നതിന് ശേഷം, കഴിഞ്ഞതിന് ശേഷം എന്താ, കൃത്യമായി മാസം പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് ലോൺ എടുത്ത് കൊടുത്തു. ശമ്പളത്തിന് 50 കോടി രൂപ മാസം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ 125 കോടി ഒരു മാസം കൊടുക്കുക. ഇവിടെ ഈ ജീവനക്കാർ UDFൻ്റെ കാലത്തെപ്പറ്റി ഓർക്കുന്നില്ല. ഒരു ശക്തമായ സമരമോ ഫീൽഡിൽ വന്നിട്ട് ഈ നയങ്ങൾക്കെതിരെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, അവർക്ക് കിട്ടുക. അത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ അവർ ഇതൊരു ശരിയാണല്ലോ, ഇങ്ങനെ കിട്ടുന്നല്ലോ, അപ്പോൾ പിന്നെ അവരുടെ പെൻഷൻ പരിഷ്കരണം എന്താ ഇല്ലാത്തതെന്ന് അവർ ചിന്തിക്കുന്നത്. ഇത് തന്നെ കടമെടുത്ത് കൊടുക്കുന്നതാണെന്നുള്ളത് ചിന്തിക്കത്തില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നല്ല പ്രക്ഷോഭങ്ങളിൽ കൂടിയാണ് നമ്മൾ നേടിയെടുക്കുക. അപ്പോൾ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനും പൊളിറ്റിക്കൽ എഡ്യൂക്കേഷനും, ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ മേഖലയിലും ആ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരെയുള്ള സമീപനങ്ങളൊക്കെ കൊണ്ടുവരാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഇന്ത്യയിൽ PSC എല്ലായിടത്തും നിർത്തി, പബ്ലിക് സർവീസ് കമ്മീഷനിൽ അപ്പോയിൻമെൻറ്റേ ഇല്ല, സ്കൂളുകളും കോളേജുകളും ഒക്കെ വെട്ടിക്കുറച്ചു നമ്പർ. ഇതൊക്കെ അവിടങ്ങൾ നടക്കുന്നതിനെതിരായിട്ടൊരു ഒരു വേണ്ടത്ര പോലും നമ്മുടെ ഇടയ്ക്ക് ആളുകൾക്ക് ഇടയ്ക്ക് അറിയില്ല. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ശ്രീ ബാലഗോപാൽ, താങ്കൾ പറഞ്ഞത് ഇപ്പോൾ KSRTCയിൽ നിങ്ങൾ കടമെടുത്താലും ശമ്പളം കൊടുത്തു എന്നുള്ളത്. പക്ഷേ പുതിയ കാലത്തെ മനുഷ്യർ ചോദിക്കുന്നത്
സർക്കാർ എന്തിനാണ് കടമെടുത്ത KSRTC എന്ന് പറയുന്ന സ്ഥാപനം എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുക, അവിടുത്തെ തൊഴിലാളികൾ ശമ്പളം കിട്ടാനുള്ള അവർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു മാനേജ്മെൻറ്റ് സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കാതെ നിങ്ങൾ ശമ്പളം കൊടുത്തു എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് ഒരു 20 വയസ്സ് 25 വയസ്സുള്ള ഒരു കുട്ടിയോട് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും. അതെ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ 20-25 വയസ്സ് ഉള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പം തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതി വരുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കുന്നു അല്ലെങ്കിൽ ധരിപ്പിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. ശരിയും തെറ്റുമെന്ന് ഞാൻ അതിനെപ്പറ്റി ഫൈൻ പറയുന്നില്ല, എൻ്റെ ധാരണയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇന്നലെ 800 പേരെ പിരിച്ചു വിട്ടു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വരുന്നൊരു വാർത്തയാണ്. ഒരു ഒറ്റ കമ്പനി അവരുടെ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട കമ്പനിയാണ്. ശമ്പളം അവർക്ക് വർക്കില്ലെങ്കിൽ പിരിച്ചുവിടേണ്ടി വരത്തില്ലേ എന്ന് പറയുന്നത് ഒരു ന്യായമാണ്. മറ്റൊരു കാര്യം, 10-20 കൊല്ലം ജോലി ചെയ്ത ഒരു മനുഷ്യൻ ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇന്ന് ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങൾ പൊക്കോ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം. അല്ല, നിയമമുണ്ട്. നമ്മുടെ ഇവിടെ 300-ലധികം ആളുകളുണ്ടെങ്കിൽ സർക്കാരുമായി ചർച്ച ചെയ്യണം. പക്ഷേ ഈ പുതിയ ലേബർ കോഡിൽ ഇതൊന്നും ഇല്ല. 300 കൂടുതലുണ്ടെങ്കിൽ ലേബർ കോഡിൽ പലതും ഇല്ല. 800 എന്നാലും 800 പേരോടൊപ്പം നിയമമുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുകയാണ്. അപ്പൊ വേണമെങ്കിൽ അവർക്ക് ജോലി ഇല്ലെങ്കിൽ പിരിച്ചുവിടും എന്നാണ് ചിന്തിക്കുക. പക്ഷേ ജോലിയില്ല പിരിച്ചുവിടും എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു 20 വർഷക്കാലം ജോലി ചെയ്തു. ഇപ്പം വലിയ ഇൻഫോസിസ് പോലെയോ TCS പോലെയോ അല്ലെങ്കിൽ എക്സ് പോലെയോ ഒക്കെയുള്ള വലിയ ഇന്റർനാഷണൽ കമ്പനികൾ 5 വർഷം ജോലി ചെയ്താലും അവര് കുറച്ചുനാൾ ജോലി കഴിയുമ്പം ഒരു ഹൈ പോസ്റ്റ് വന്നാൽ 50 വയസ്സൊക്കെ കഴിയും, 45 വയസ്സ് കഴിയുമ്പം ഇവർക്കൊരു ഫർദർ ഓപ്പണിംഗ് ഒന്നും കിട്ടത്തില്ല. പല ആളുകളും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും നേരിടുന്ന പ്രശ്നമാണ്. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്ട് വേണ്ടേ? ഈ ചിന്താഗതി ഉള്ള ഒരു സൊസൈറ്റിയാണ് നമ്മുടെ. പക്ഷേ പോസ്റ്റ് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ചിന്താഗതിയിൽ ഇത് നമ്മൾ രണ്ടുകൂടെ മനസ്സിലാക്കണം. നമ്മളപ്പോൾ ഇങ്ങനത്തെ ചെറുപ്പക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല, പുതിയ നിയമങ്ങൾ ഇങ്ങനെയാണെന്ന് പറയല്ല. വാസ്തവത്തിൽ എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്ട്സ് വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. KSRTCയുടെ കാര്യം ഞാൻ പറഞ്ഞത്, KSRTCയിലെ തൊഴിലാളികൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? അവർ സോഷ്യൽ സെക്യൂരിറ്റി ആസ്പെക്റ്റിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്നതുകൊണ്ടാണ്. അവർ ചെയ്യുന്ന പല ഓട്ടവും അവരോടുന്നത് റേറ്റ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ മേടിക്കാൻ പറ്റില്ല. കൺസെഷൻ കൊടുക്കണം, സൗജന്യം കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു മേഖലയെ സംരക്ഷിക്കണം. കാരണം നാളെ ഒരു ബസ്സും ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഈ മേഖലയിൽ വല്ലാത്ത അരാജകത്വമാവും. ഓട്ടോറിക്ഷ പിടിച്ച് എല്ലാവർക്കും പോകാൻ പറ്റുമോ? എല്ലാവർക്കും സ്വന്തം കാറുണ്ടോ? അപ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ ചില ചുമതലകളാണ്. റെയിൽവേയുടെ കാര്യത്തിലായാലും റോഡിൻ്റെ കാര്യത്തിലായാലും. നല്ല റോഡുകൾ പണിയുന്നു, റോഡ് പണിയുന്നതെല്ലാം കൃത്യമായിട്ട് അപ്പോൾ ലാഭം കിട്ടുമോ? റോഡ് പണിയുന്നതിന് എത്ര ആയിരക്കണക്കിന് കോടിയല്ലേ ചിലവാക്കുന്നത്, 10,000 കോടിയല്ലേ ചിലവാക്കുന്നത്. അതെല്ലാം തിരിച്ചു കിട്ടില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷൻ, അതൊക്കെ വേണമെന്ന ധാരണ മൊത്തം മാറുന്നതാണല്ലോ ഗ്ലോബലൈസേഷൻ കാലം. എല്ലാ റോഡും ഇപ്പം ന്യൂയോർക്കിൽ നമ്മളിപ്പോൾ പോയാലും പാലങ്ങൾക്ക് ടോൾ കൊടുക്കണം. ഇപ്പം ഇവിടുന്ന് ഡൽഹി വരെയൊക്കെ റോഡ് മാർഗം പോയാൽ കേരളം കഴിഞ്ഞാൽ കേരളത്തിലിപ്പോൾ ടോൾ റോഡാണ്. 10,000, 50,000, 40,000 ഒക്കെ ലോറികളൊക്കെ പോയാൽ 10,000-40,000 രൂപയൊക്കെ ടോൾ കൊടുക്കേണ്ട, അത്രയും വലിയ ടോൾ മേടിക്കുന്നുണ്ട്. നമ്മൾ പോയാൽ തന്നെയും ഒരു കാറ് പോയാൽ തന്നെയും 10,000-15,000 രൂപ ഒക്കെ ടോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ടോൾ കൊടുക്കണമെന്നുള്ള ഒരു സാങ്കേതികത്വം നമുക്ക് വേണേൽ പറയാം. അതല്ലയോ പണിയുന്നതിന് പൈസ വേണ്ടേ എന്ന് പറയാം. പക്ഷേ ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലയെന്ന് പറയുന്നത് ശരിയല്ല. ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വം ഇല്ലാതാവുന്നു. ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനത്തെക്കാളും കൂടുതൽ ഗവൺമെൻറ്റിൻ്റെ ഈ കയ്യിൽ നിന്ന് പോകുന്ന അസറ്റെല്ലാം ഉപയോഗിച്ച് കുറച്ച് വ്യക്തികൾ മാത്രം വലിയ തോതിൽ പണം ഉണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുക. ഇതിനെയൊക്കെ വെള്ളപൂശുന്ന ഐഡിയോളജി നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം പോസ്റ്റ് ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രത്യേകത അതാണോ വേണ്ടത്? എല്ലാവരെയും പിരിച്ചുവിടാമോ? എല്ലാവർക്കും ജീവിക്കാൻ അവകാശമില്ല തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിനകത്ത് മനുഷ്യന് ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് ചിന്തിക്കുന്നൊരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരാണ് ലെഫ്റ്റ് ഐഡിയോളജി. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. ആ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് കുറേ പ്രവർത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. സൊസൈറ്റിയിലുണ്ടാകുന്ന ഈ മാറ്റം തിരിച്ചറിയാനും ഇപ്പോൾ 2 കാര്യങ്ങളിൽ, ഇപ്പോൾ അധികാരം UDFന് കിട്ടുക എന്നുള്ള അധികാരം അവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്, കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. ഓരോ ചെറിയ കാര്യങ്ങളും നിങ്ങൾ ഈ PM ശ്രീ പോലെയുള്ള കാര്യങ്ങളായാലും മറ്റേ അയ്യപ്പ സംഗമം പോലെയുള്ള കാര്യങ്ങളായാലും അതിനുള്ള സാധനങ്ങളൊക്കെ LDFിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി നോക്കി നിൽക്കുന്ന എതിരാളികൾ അപ്പുറത്തുണ്ട് എന്ന് മനസ്സിലാകാത്ത ആളുകളാണോ കമ്മ്യൂണിസ്റ്റുകൾ? അത് മനുഷ്യരുടെ ഇടയ്ക്ക് റിവബറേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് റെസ്പോൺസ് ഉണ്ടാകുന്നുണ്ട്. ആ താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ ഇടയ്ക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ CPMൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഞങ്ങളിത് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് അല്ലെങ്കിൽ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേഷൻ എത്തിച്ച് തന്നെ ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാണ്. പക്ഷേ താഴെ നിന്ന് ഇങ്ങോട്ടുള്ള ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ താഴോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്ന് ഉറപ്പല്ലേ? ആ മനുഷ്യരുടെ തോന്നൽ ഇതിൻ്റെ അകത്ത്. ഇപ്പം ഞാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ CPMകാരായ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടാണ്
ഇങ്ങനെ ഒരു നടപടി എന്തുകൊണ്ടാണ് അയ്യപ്പ സംഗമത്തിൽ ഈ വർത്തമാനം പറയേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി എഴുന്നള്ളിച്ചുകൊണ്ട് വരേണ്ട ആവശ്യം എന്താണ് എന്ന് വളരെ ഏറ്റവും ബ്രാഞ്ച് ലെവലിലുള്ള മനുഷ്യർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കതിൽ അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത സംസ്ഥാന നേതൃത്വത്തിന് മനസ്സിലാക്കാതെ പോയി എന്ന് വേണ്ടേ നമ്മൾ കണക്കാക്കാൻ? സംസ്ഥാന നേതൃത്വം ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരല്ല. പക്ഷേ ചില കാര്യങ്ങളിൽ വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻ താഴെയൊന്നും നമുക്ക് വന്ന് കാണത്തില്ല എന്ന് പറയാം. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ പേടിയൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞങ്ങളുടെ ബ്രാഞ്ചിലുമൊക്കെ നടക്കുന്ന ബ്രാഞ്ച് മുതലാണല്ലോ ഞങ്ങളുടെ ഘടകങ്ങളിൽ തുറന്ന ചർച്ചയാണ്. ബ്രാഞ്ചിലുള്ള ആൾക്ക് ആരെയാ പേടി? അവർക്ക് എന്തെങ്കിലും സംഭവം പ്രൊട്ടക്ട് ചെയ്യാനുണ്ടോ? ലോക്കലിൽ ആരെയാ പേടി? നമുക്കങ്ങനെ വലിയൊരു പൊസിഷൻ സംരക്ഷിക്കാനൊന്നുമില്ലല്ലോ അവർക്കൊന്നും. അത് മറ്റൊരു കാര്യമാണ്. ഞാൻ ശ്രമിച്ചൊരു കാര്യം, CPM-ൻ്റെ ഉയർന്ന നേതൃത്വത്തോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ ധാരണയുണ്ട്. ഏറ്റവും താഴെയുള്ള മിഡിൽ ലെയറിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൻ്റെ നേതാക്കന്മാർക്ക് ഇതെന്താണ് നടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ച് അംഗീകരിക്കാൻ നല്ല മടിയുള്ളതുപോലെ പല റെസ്പോൺസിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? അങ്ങനെ അംഗീകരിക്കാനായിട്ടുള്ള മടിയല്ല, ഈ പറയുന്ന പോലെ അവർക്ക് പൊസിഷൻ കീപ്പ് ചെയ്യാനുള്ള അല്ല. ഈ മേളിൽ നിന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി താഴേന്നും കാര്യം മനസ്സിലാക്കി അവരത് പറയും. പക്ഷേ ആദ്യമേ ഒരു കാര്യം നല്ല അതിശക്തമായ വിമർശനം പെട്ടെന്ന് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പം അവർ പെട്ടെന്ന് അത് ന്യായീകരിക്കാൻ പറ്റും. അതങ്ങ് ആ വിമർശനത്തെ അംഗീകരിക്കത്തില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ നേരത്തെ ചർച്ചകളുടെ കാര്യം താങ്കൾ ചോദിച്ചല്ലോ. ചർച്ചകളുടെ കാര്യം ഞങ്ങൾ ഇന്ന പോരായ്മ നമുക്ക് പറ്റി എന്നുള്ളത് പൊതുവിൽ പാർട്ടി അംഗീകരിച്ച് താഴോട്ട് പറയുമ്പോൾ അതൊരു ബോധമായി. ഇനി അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്. ഓരോ സഖാവിൻ്റെയും ഇപ്പം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി മുതൽ കുറച്ച് ആളുകൾക്ക് മാത്രമാണോ ഉത്തരവാദിത്വം? അല്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാത്രമാണോ? ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരാ? പാർട്ടിയെ. ഞങ്ങളെന്ന് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരാ? LDF-നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരാ? ഞങ്ങളുടെ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരാണ്. അവരുടെ ഓരോരുത്തരുടെയും ജീവിതശൈലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ചർച്ചകളുടെ ഭാഗമായി പറയുന്നുണ്ട്. ജീവിതശൈലി എന്ന് പറഞ്ഞാൽ സമ്പന്നതയും ആർഭാടവും ഒന്നും മാത്രമല്ല, അതൊക്കെ വളരെ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അങ്ങനൊന്നും പൊതുവിൽ ആളുകൾ വഴിതെറ്റിപ്പോകുന്ന ആളുകൾ വളരെ അങ്ങനെ കുറവാണ്. പക്ഷേ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് വളരെ പ്രധാനമാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും കാണും. നമ്മളെങ്ങനെ പെരുമാറുന്നു, ആളുകളുടെ പെരുമാറുന്നു, തിരിച്ച് ആ റെസ്പോൺസ് എങ്ങനെ വരുന്നു, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ കാര്യത്തിനകത്തൊക്കെ ആളുകളുടെ എല്ലാ ആഗ്രഹവും നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റില്ല. ആളുകൾക്ക് ആഗ്രഹത്തിന് കുറവുണ്ടാവില്ല. കാരണം ഭരണം കണ്ടിന്യൂസ് ആയി 10 വർഷം മുഴുവൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മൾ വളരെ ലിമിറ്റേഷനകത്ത് നിന്ന് ചെയ്യുന്നതാണ്. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യമായ അഴിമതി ആരോപണമൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ഒരു UDF ഗവൺമെൻറ്റോ ഒക്കെ വരുന്നതും LDF-ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി സുതാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് നാട്ടിലാകെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് വേണ്ടത്ര ആളുകളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിനയത്തോടെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യത്തിന് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ തിരിച്ചു പെരുമാറുന്നില്ല. അവരുടെ ഒരു ആഗ്രഹമുണ്ട്. ചിലത് നടക്കുന്നതായിരിക്കും, ചിലത് നടക്കാത്തതായിരിക്കും. അപ്പോൾ ഇതുപോലൊക്കെ ഇടപെടലിനൊക്കെ പോരായ്മ കാണും. അല്ലാതെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ലെവലിൽ ആളുകളെങ്ങനെ ഇതൊന്നും ചെയ്യാതെ നിന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുന്നതിനൊന്നും യാതൊരു മടിക്കുന്ന ആളുകളില്ല. പ്രത്യേകിച്ച് താഴെ ബ്രാഞ്ച് മുതൽ ഇങ്ങോട്ട് നല്ല ചർച്ചയായിരുന്നേ. ഒറ്റ പ്രശ്നമേ അവിടെ ഉള്ളൂ. ഞങ്ങൾ ഭാവിയിലായാലും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഒരു പ്രദേശത്തെ ഒരു ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ വലിയൊരു പ്രശ്നമായിട്ട് കാണിക്കും. നമ്മുടെ ആളുകളെല്ലാം അത് കാണുമ്പോൾ അതേപ്പറ്റി അങ്ങ് ചർച്ച തുടങ്ങും. ചായക്കട ചർച്ചയായാലും അല്ലെങ്കിൽ ഇപ്പം ബേക്കറി ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ചർച്ചയാവും. ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങളുടെ ഒരു മറുപടി നറേഷൻ കൃത്യമായിട്ട് ചെല്ലുന്നേ ഇല്ല. ഞങ്ങളുടെ ഒരു പരിമിതിയാണ്. ഞങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയ ആയാലും മറ്റു മേഖലയിലുള്ളതാണ്. പണ്ട് പത്രം എല്ലാവരും വായിക്കുമായിരുന്നു. ഇപ്പോൾ തുറന്നു പറയാമല്ലോ, പത്രം അത്രയും വായിക്കത്തില്ല. പൊതുവെ വായനയുടെ ശീലം കുറഞ്ഞിട്ടുണ്ട്. റീലും സോഷ്യൽ മീഡിയയൊക്കെ ചെറിയ ഒരു ടൈമേ ഉള്ളൂ. ഇതൊരു അപകടകരമായ കമ്മ്യൂണിക്കേഷൻ രീതി ഉണ്ടാക്കുന്നുണ്ട്, ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ അപകടം കുറച്ച് കഴിയുമ്പോൾ മാറുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എപ്പോഴും നിങ്ങൾക്ക് ഈ ചെറിയ നാടകങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ നുണകളിൽ മാത്രം അഭിരമിച്ച് പോകാൻ പറ്റില്ല. റിയലി നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതല്ലേ. ഇപ്പോൾ ട്രംപ് ഫുട്ബോൾ ടീമിലെ ഒരുത്തനെ വരെ ചുവപ്പ് കാർഡ് മാറ്റി കയറ്റി കൊള്ള അയാൾ എന്ന് പറയുന്നതും വേണമെങ്കിൽ പറയാം. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചുവപ്പ് കാർഡ് മാറ്റി ഒരുത്തനെ കയറ്റി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ കൂടി എബ്രഹാം ലിങ്കൻ്റെ അപ്പുറത്ത് വെക്കാൻ പറ്റുമോ എന്ന് നോക്കിയെന്നൊക്കെയാണ് വാർത്തകൾ. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകളെ മോഡലായി കാണുന്ന നമുക്ക് പോസ്റ്റ് ട്രൂത്ത് ഒരു അന്തരീക്ഷം എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾക്ക് വലിയ ശക്തി കിട്ടുന്നൊരു കാലമാണ്. അത് ഇസ്രായേലിലെയും പിന്നെ പാലസ്തീനിയും ഇസ്രായേലുകാർ ചെയ്തു, പാലസ്തീനിലെ കുട്ടികൾ മരിക്കുന്നതിനെ പറ്റി സിമ്പതി തോന്നാതിരിക്കുന്നു എന്ന് പറയുന്നതും ഒരു വല്ലാത്ത അപകടമാണ്. അല്ലെങ്കിൽ ലോകത്താകെ നടക്കുന്ന അത്തരം കാര്യങ്ങളെപ്പറ്റി. അപ്പം ഒരു മൈറ്റീസ് റൈറ്റ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സും അന്തർദേശീയ തലത്തിലുണ്ട്. അതിനോട് എതിർത്ത് നിന്ന് എല്ലാവർക്കും ജീവിക്കാൻ പറ്റണമെന്നൊരു പൊളിറ്റിക്സ് ശക്തിപ്പെടുത്തി കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും
ആ പൊളിറ്റിക്സിനെയാണ് നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത്. സാധാരണക്കാരന് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റണം, അത് അവർക്ക് ജോലി എടുക്കണം, അവർക്ക് വരുമാനം കിട്ടണം, അവർക്ക് തുല്യത ഉണ്ടാവണം, മതനിരപേക്ഷത ഉണ്ടാവണം എന്ന് പറഞ്ഞ പൊളിറ്റിക്സിന് എതിരായിട്ടുള്ള ഞാനീ പറഞ്ഞ ലോകത്താകെ നടക്കുന്ന ഈ ശക്തമായ അതിശക്തമായ ഒരു പവറിൻ്റെ ഒരു കരം, ഒരു ഫാസിസ്റ്റ് സ്വഭാവമെന്നോ അല്ലെങ്കിൽ വേറെന്തോ പേരിട്ടാലും പറ്റുന്ന അത്തരം ഒരു സ്വഭാവത്തിൻ്റെ പൊളിറ്റിക്സിനാണ് നേരിടുന്നത്, കേവലം കേരളത്തിൽ മാത്രമല്ല. അപ്പോൾ ഈ ക്യാമ്പയിൻ താഴോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ആളുകൾക്ക് ഇത് വ്യവച്ഛേദിച്ചറിയാനുള്ള കിട്ടുന്ന മെറ്റീരിയലിൻ്റെ ഒക്കെ കുറവുണ്ട്. ഞാൻ പണ്ട് സമയമെടുക്കല്ല, അല്ലെങ്കിൽ പണ്ട് ഒരിടത്ത് സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ പലയിടത്തും പറയാറുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കുന്നതാണ്. അരവിന്ദൻ്റെ വളരെ പ്രശസ്തമായ സിനിമയാണല്ലോ. ഒരു ഗ്രാമത്തിൽ ഈ വൈദ്യുതി ഉണ്ടാകുന്ന ഒരു പവർ ഹൗസ് ഒക്കെ വരുന്ന പവർ ലൈൻ വരുന്നുണ്ട്, ഡാം വരുന്നുണ്ട്, വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ട്, പവർ ഹൗസ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. ഒരു പവർ ഷോപ്പ്, തയ്ക്കടയാണ്. അപ്പോൾ അദ്ദേഹം തയ്ക്കുന്നതിനിടയ്ക്ക് രാഷ്ട്രീയം പറയില്ല അവരൊക്കെ. നിങ്ങൾക്കൊക്കെ എന്താ അറിയാം, റഷ്യയിലും ചൈനയിലും ഒക്കെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അതിനാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വച്ചിരിക്കും. കളിയാക്കുന്നതാണിത്. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് സിസ്റ്റത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ, ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു എഡ്യൂക്കേഷൻ താഴോട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണല്ലോ പണ്ട് ചൈന മഴ പെയ്ത, റഷ്യ മഴ പെയ്ത ഇവിടെ കുടപിടിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ അത്തരം ഒരു എഡ്യൂക്കേഷൻ അല്ല ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ നെഗറ്റീവായ ക്യാമ്പയിനാണ്. അതിനെ നേരിടാൻ വേണ്ടിയിട്ട്, ആ ക്യാമ്പയിനെ നേരിടാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് കൂടുതൽ ശക്തമായി വരും. അത് പിന്നെ വേണ്ടത്ര വന്നില്ലെങ്കിൽ ഈ അപകടം കൂടുതൽ തുടരുകയും ചെയ്യും. നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ശരിക്കും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലതുപക്ഷ രാഷ്ട്രീയത്തിന് വ്യത്യാസങ്ങൾ ഇപ്പം കൂടുതൽ പ്രകടമായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തൊഴിലാളികളെ പിരിച്ചുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അവർ അപ്സ്കിൽ ചെയ്യണം, അവർ കൂടുതലും ദേ ഷുഡ് ബി മോർ കോമ്പറ്റീറ്റീവ് എന്ന് ഉള്ള ആർഗ്യുമെൻറ്റ് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. അതൊക്കെ ആകുമ്പോഴും അവരുടെ ജീവിതം ഉറപ്പാക്കാനോ അവരുടെ ജീവിത സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. ഈ രണ്ട് രാഷ്ട്രീയങ്ങൾ തമ്മിൽ ഇനി എനിക്ക് തോന്നുന്നു വളരെ ഷാർപ്പായിട്ടുള്ള എക്സ്ചേഞ്ചസ് നടക്കാൻ വേണ്ടി പോകണം. CPM അതിനകത്ത് എവിടെ നിൽക്കുന്നു? അത് എങ്ങനെ ഇത് അങ്ങനെയല്ല, ഇത് നമുക്ക് ഒരുമിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ മനുഷ്യരെ പറഞ്ഞു പഠിപ്പിക്കും? അത് ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ തന്നെ അവർക്ക് പഠിക്കാതെ പറ്റില്ല. കാരണം ഇനി വരാൻ പോകുന്ന ഇതിനേക്കാളും ഷാർപ്പ് ഡിവൈഡിൻ്റെ കാലമാണ്. ഇപ്പോൾ കുറച്ച് പേർക്ക് ജോലി നഷ്ടപ്പെടുന്ന പ്രശ്നമാണ് വരുന്നത്. എന്നാൽ സമൂഹത്തിന് വെൽത്ത് ഇല്ലാതാവുന്നില്ല. ഇപ്പം നോക്കിയോ, ഇന്ത്യയിലെ തന്നെ ഈ മുതലാളിമാർ, ഇപ്പോൾ അംബാനി, അദാനി എന്നൊക്കെ പറയുന്ന ടാറ്റയും ബിർളയൊക്കെ പണ്ട് പോയി പണ്ടത്തെ, അവരൊക്കെ ലോകത്ത് തന്നെ 4-ാമത്തെ 5-ാമത്തെയും ഒക്കെ സ്വത്തുള്ള ആളുകളാണ്. അത്രയും സ്വത്ത് നമ്മുടെ സമൂഹം ആർജിക്കുന്നുണ്ട്. നല്ല കാര്യം, സ്വത്തുണ്ടാവുന്ന നല്ല കാര്യം. പക്ഷേ അത് ഡിസ്ട്രിബ്യൂഷൻ വേണം. ആ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനി വരാൻ പോകുന്നത് AI-യുടെ ഭയങ്കര കുതിച്ചുചാട്ടമാണ്. ഇതിൻ്റെ 10 ഇരട്ടി ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്നാണ് ആശങ്ക. AI വഴി ഉണ്ടാകുന്ന വെൽത്തെല്ലാം എവിടേക്ക് മാത്രം കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വരുമാനം പോലും കാണില്ല, ഒന്നും കാണില്ല. എങ്ങനെ ജീവിക്കും? കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റം തന്നെ ഇത് കറക്റ്റ് ചെയ്യും. എന്താ വെച്ചാൽ വെൽത്ത് ഒരാൾക്ക് ഒത്തിരി ഉണ്ട്, ഒരു സൈഡിൽ മാത്രം ഒത്തിരി ഉണ്ട്, ഇവർക്ക് പർച്ചേസിംഗ് പവർ ഇല്ലെങ്കിൽ മാർക്കറ്റ് എക്കോണമി ചലിക്കില്ല. സോ അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഇൻകം സ്കീം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും ഇതിനേക്കാളും അപകടകരമായ തരത്തിലേക്ക് എല്ലാ അറിവും ഡെവലപ്മെൻറ്റും ടെക്നോളജിയും കേന്ദ്രീകരിക്കുകയും ജോലിക്ക് ആളെ വേണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അപകടം കൂടുതൽ വരും. അവിടെ എന്താ, യാതൊരു സംശയമില്ല, ഇടതുപക്ഷത്തിൻ്റെ സ്റ്റാൻഡ് എന്താ, ലോകം ആർജിച്ച അറിവുകളാണ്, അത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെയാണ്. കുറച്ചാളുകൾ മാത്രം അതുമായി പോയിട്ട് ബാക്കി എല്ലാവരും പട്ടിണി കിടന്ന് ചാവുകയും പിന്നെ ഇല്ലാതാവുകയും ചെയ്യുന്നൊരവസ്ഥയല്ലത് വേണ്ടത്. മനുഷ്യന് നന്നായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്ന തരത്തിലേക്ക് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് തന്നെ എപ്പോഴും ആ കറക്ഷൻ ഉണ്ടാവണം. ആ കറക്ഷൻ ഉണ്ടാവണം എന്ന് പറയുന്നതാണ് ലെഫ്റ്റിൻ്റെ പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സ് ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥലത്തും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അതത് സ്ഥലത്തെ അനുഭവം അനുസരിച്ചിരിക്കും. പക്ഷേ അതിന് മാറ്റമില്ല. എല്ലാവർക്കും ജീവിക്കാൻ പറ്റണം, ന്യായമായി ജീവിക്കാൻ പറ്റണം. അനാവശ്യം കാണിക്കണം എന്നല്ലല്ലോ പറയുന്നത്, ന്യായമായി ജീവിക്കാൻ പറ്റണം എന്നുള്ള കാര്യത്തിൻ്റെ കൂടെ തന്നെയാണ് എന്നും ലെഫ്റ്റ് പൊളിറ്റിക്സിന് വ്യത്യസ്തമായി എപ്പോഴും ആക്രമണം വരികയും ചെയ്യും. പക്ഷേ അതിനെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ലോകത്താകെ എല്ലാ പ്രോഗ്രസീവായ അതത് സമയത്തെ പ്രോഗ്രസീവ് അല്ലെങ്കിൽ പ്രോ പീപ്പിൾ പോളിസീസ് ശക്തിപ്പെട്ടത്. ഇനി അത് ശക്തിപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല അതിന് യാതൊരു സംശയമില്ല.